കേരള ഫണ്ട് വകമാറ്റലിൽ വിശദീകരണം തേടി ലോകബാങ്ക്. വായ്പാ പണത്തിന്റെ സ്ഥിതി എന്താണെന്ന് അറിയിക്കണമെന്നാണ് ലോകബാങ്ക് കൃഷി വകുപ്പിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണം എത്രയും വേഗം പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും അല്ലാത്തപക്ഷം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു. ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, എന്താണ് ഈ ലോകബാങ്ക് നടപടിയുടെ മറ്റ് വിശദാംശങ്ങൾ? കേര പദ്ധതിക്കായി അനുവദിച്ച വായ്പാ തുകയുടെ ആദ്യ ഗഡുവായി നൽകിയ 139.65 കോടി രൂപ വകമാറ്റിയതിന് വിവരം പുറത്തായതിന് പിന്നാലെയാണ് ലോകബാങ്ക് കൃഷി വകുപ്പിനെ കത്തയച്ചിരിക്കുന്നത്. വായ്പാ തുക പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ടാണ് ലോകബാങ്കിന്റെ ടീം ലീഡർ അസബ് മെക്നാൻ കത്തയച്ചിരിക്കുന്നത്. വായ്പാ തുകയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, അതിന്റെ ഏത് അക്കൗണ്ടിലാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത്. പണം അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് പരാതിപ്പെടുമെന്നും കത്ത് അറിയിച്ചിട്ടുണ്ട്. മെയ് ആദ്യവാരം പദ്ധതി പുരോഗതി വിലയിരുത്താനായി ലോകബാങ്ക് സംഘം കേരളത്തിലെത്തുന്നുണ്ട്. എന്തായാലും അതിനു മുമ്പ് പണം അക്കൗണ്ടിലേക്ക് വന്നില്ലെങ്കിൽ അത് മറ്റ് കാര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കൃഷി വകുപ്പുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് വായ്പാ തുക ഇനിയും പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യാത്തത്. ഇന്ന് 2000 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് സർക്കാർ കടമെടുക്കുന്നുണ്ട്. ഈ തുക അക്കൗണ്ടിലെത്തിയാൽ ഉടൻ തന്നെ കേര പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത്, ഈ കേര ഫണ്ട് വകമാറ്റലിൽ വിശദീകരണം തേടുന്നതിനോടൊപ്പം ഇതിനൊരു സമയപരിധി പറഞ്ഞിട്ടുണ്ടോ? ലോകബാങ്ക് അറിയിച്ചിട്ടുണ്ടോ ഇത്ര സമയത്തിനകത്ത് ഈ തുക തിരിച്ച് ഇടണമെന്ന കാര്യത്തിൽ? ഈ ലോകബാങ്കിൽ നിന്ന് വായ്പ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് മാർച്ച് 11-നാണ് കേരള സർക്കാരിന്റെ ട്രഷറിയിലേക്ക് ഈ പണം വന്നത്. സംസ്ഥാന വിഹിതവും ചേർത്ത് 7 ദിവസത്തിനകം പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറണമെന്ന വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥയാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വർഷാന്ത്യ ചെലവിനായിട്ടുള്ള പണം കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ ഈ പണം വകമാറ്റിയതാണ്. ഇനിയും ഈ പ്രതിസന്ധി മറികടക്കാത്തതുകൊണ്ട് അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല. 7 ദിവസത്തിനകം കൈമാറണമെന്ന വ്യവസ്ഥയാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.